ഇന്ന് നല്ല ഫ്രഷ് കുഞ്ഞൻ ചാള കിട്ടിയിട്ടുണ്ട്. കറി വെച്ചാലോ? നമസ്കാരം, വെൽക്കം ടു സിമ്പിൾ ഈറ്റ്സ് വിത്ത് ജിഷ. എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണൊരു വലിയ കടമ്പ അല്ലേ. കറി വെക്കാൻ ആവശ്യമായ മത്തി ഞാൻ ഒരു ചട്ടിയിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു മീഡിയം സൈസ് മാങ്ങ ചേർക്കുവാണ്. ഒരു ചെറിയ കഷ്ണം കുടംപുളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കീറി ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി മീനിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഓളം മുളക് പൊടിയും എരിവുള്ളതാണ് ചേർത്ത് കൊടുക്കുക. ഇനി 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മീനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ കറിയിൽ എരിവിനായിട്ട് പച്ചമുളകാണ് കേട്ടോ കൂടുതലും ചേർക്കുന്നത്. മുളക് പൊടി പേരിന് മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കറച്ചിട്ട് മൂടി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇതാ നന്നായി തിളച്ച് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. കറിയിലിട്ട കുടംപുളി നമുക്ക് എടുത്ത് മാറ്റാം. ഓൾറെഡി ഇതിൻ്റെ പുളിയൊക്കെ കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അത് മതി. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 4 ചുവന്നുള്ളി, 3-4 ഇതൾ വേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമുണ്ടെങ്കിൽ അത് ചേർക്കണേ. അല്ലെങ്കിൽ കുടിക്കുന്ന പ്യൂരിഫയർ വെള്ളമുണ്ടെങ്കിൽ അതായാലും മതി. കാരണം നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി തിളപ്പിക്കുന്നില്ലല്ലോ. നമുക്കിത് അരച്ചുകൊണ്ട് വരാം. അരപ്പ് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തവി കൊണ്ട് അരപ്പ് എല്ലായിടത്തേക്കൊന്ന് മിക്സ് ചെയ്യണം. ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കണം. എനിക്ക് അല്പം ഉപ്പ് കുറവുണ്ട്. തിളച്ച് പോകരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഏകദേശം പാല് പിരിഞ്ഞ പോലെ വെള്ളം വേറെ അരപ്പ് വേറെ ആയിട്ട് കിടക്കും. ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായി താളിക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും അത്ര തന്നെ കടുകും ചേർത്ത് കൊടുക്കാം. ഇവ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 4-5 ചുവന്നുള്ളിയും 3-4 രണ്ടായി മുറിച്ച ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ളതായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തിക്ക് പകരം ചെമ്മീൻ ചേർത്തുമൊക്കെ ഇങ്ങനെ കറിയാക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. മത്തിക്കറി വെക്കുമ്പോൾ ചിലർക്ക് അതിൻ്റെ മണം ഇഷ്ടപ്പെടാറില്ല അല്ലേ. പക്ഷേ ഈ കറിക്ക് അങ്ങനെയുള്ള മണമൊന്നുമില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഡിയേഴ്സ്.